ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ കീഴടക്കുകയാണ്. ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ കീഴടക്കിയിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വത്തുവകകളും ആഭരണങ്ങളും എല്ലാം കിട്ടിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാ. അണികൾ വന്നിട്ട് ചോദിക്കുന്ന, പ്രിയപ്പെട്ട ഖലീഫ, അവിടെ നിന്നിരാ കരയുന്നത്? സ്വത്ത് കിട്ടിയില്ലേ, ആഭരണം കിട്ടിയില്ലേ, അധികാരം കിട്ടിയില്ലേ, ഇറാഖ് എന്ന രാജ്യത്തെ പിടിച്ചടക്കാ കഴിഞ്ഞില്ലേ, പിന്നെന്തിനാ അവിടെ നിന്ന് പൊട്ടിക്കരയുന്നതെന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറഞ്ഞതെന്താ? ഇന്നലിൽ മാലി ലററാറാ കലറാരത്തിൽ ഖംരി. കള്ളു മനുഷ്യന്റെ തലച്ചോറിനെ പിടിക്കുന്ന പോലെ, കള്ളു മനുഷ്യന്റെ മസ്തിഷ്കത്തെ മരവിപ്പിക്കുന്നത് പോലെ സമ്പത്ത് മനുഷ്യനെ പിടിച്ചടക്കുന്നതാ. ഒരുപാട് പണം വന്നു പോയാ അല്ലാഹുവെ മറക്കുന്നതാ. ഒരുപാട് സുഖം വന്നു പോയാ അല്ലാഹുവെ മറക്കുന്നതാ. ഒരുപാട് ആഡംബരം വന്നു പോയാ പടച്ചോനെ മറക്കുന്നതാ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി ഓടി വരികയാ. അസ്ർ നിസ്കാരത്തിന് ഓടി വരുമ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ആരംഭപ്പുവായ റസൂൽ നിസ്കാരം കഴിഞ്ഞിട്ട് സലാം വീട്ടുന്ന രംഗമാ കണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹു കരയുകയാ. സലാം വീട്ടിയ പ്രവാചകന്റെ മുമ്പ് പോയിരുന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്ന, നബിയേ, ഇന്നലെ ഞാൻ വാങ്ങി ഈന്തപ്പനത്തോട്ടമുണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സ്വതക്ക തരുന്ന നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തേ ഉമർ ഇതിന്റെ കാരണോ? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന, നബിയേ, ആ ഈന്തപ്പനത്തോട്ടത്തിൽ വെള്ളമൊഴിച്ചു കൊടുത്തത് കൊണ്ട്, ആ ഈന്തപ്പനത്തോട്ടത്തിൽ വെള്ളമൊഴിക്കാ പോയത് കൊണ്ട് എന്റെ അസ്ർ നിസ്കാരത്തിന്റെ പ്രവാചകന്റെ കൂടെയുള്ള ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി നബിയേ. അതുകൊണ്ട് ആ തോട്ടം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞവർ ദുനിയാവിന്റെ ആഡംബരത്തിന്റെ അപകടമറിഞ്ഞവരാ. നമ്മളോ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നാ പിന്നെ മുസല്ലമടക്കി കട്ടിലിന്റെ അടിയിൽ വലിച്ചെറിയുന്ന കാസർഗോഡ് ജില്ലയിലെ പെങ്ങളെ, പർദ്ദ കൊണ്ട് മാത്രം സ്വർഗം കിട്ടുമെന്ന് മോഹിക്കണ്ട, മക്കനെ കൊണ്ട് മാത്രം സ്വർഗം കിട്ടുമെന്ന് മോഹിക്കണ്ട, ഭർത്താവിന്റെ കൂടെ ആണ്ട് നേർച്ചയ്ക്ക് മുറൂസിനും പോയത് കൊണ്ട് മാത്രം സ്വർഗം കിട്ടുമെന്ന് കരുതണ്ട. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ഓരോ സെക്കൻഡും ചെലവഴിക്കാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് മനസ്സ് വെക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്നലിൽ മാലി ലററാറാ കലറാറത്തിൽ ഖംരി. സമ്പത്തിന്റെ ഒരു മാസ്മരിക ശക്തിയുണ്ട്. കലറാറത്തിൽ ഖംരി, കള്ളിന്റെ ശക്തി പോലെ, കള്ള് തലച്ചോറിൽ പിടിക്കുന്ന പോലെ, കള്ള് മസ്തിഷ്കത്തെ മരവിപ്പിക്കുന്ന പോലെ പണം മനുഷ്യനെ മരവിപ്പിക്കുന്നതാണ്. ചില ആൾക്കാരൊക്കെ ഗൾഫിൽ പോയിട്ട് വന്നാ പിന്നെ ആരും അറിയൂല. 10 കാശ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരെയും തിരിച്ചറിയൂല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ പിടിച്ചടക്കി ധാരാളം സ്വത്തും സമ്പാദ്യവും ഒക്കെ കിട്ടിയതിന്റെ പേരിൽ എന്തിനാണ് ഞാൻ കരയുന്നതെന്ന് ചോദിച്ച സഹാബ, ഈ സ്വത്തിന്റെ പേരിൽ നിങ്ങളുടെ മനസ്സ് മാറാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ പൊട്ടിക്കരയുകയാണ്. അല്ലാഹു തആല നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകന്റെ മുമ്പ് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഉദുല്ലാഹ അയ്യജഅലനി മുസ്തജാബ ദഅവാ. അല്ലാഹു ദുആ സ്വീകരിക്കപ്പെടുന്ന ഒരാളാകണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി അല്ലാഹുവിന്റെ നബി അവിടെ ദുആ ചെയ്യണം. നമ്മൾ ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത എത്ര പേരുണ്ട്? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ചോദിച്ച അപ്പ കിട്ടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ചോദിച്ചാൽ ആ സെക്കൻഡിൽ കിട്ടണം. ഇല്ലെങ്കിൽ നമുക്ക് മുമ്പ് ഒരാള് റമളാൻ മാസത്തിൽ ലൈലത്തുൽ ഖദർ ചോദിച്ചു. റമളാൻ മാസത്തിൽ ലൈലത്തുൽ ഖദർ ചോദിച്ചു. അയാൾ എന്ത് കാര്യം ചോദിച്ചാൽ അപ്പടി കിട്ടണം, ഇല്ലെങ്കിൽ വലിയ പാടാ. അങ്ങനെ അള്ളാന്റെ പള്ളിക്കകത്ത് ലൈലത്തുൽ ഖദർ ഇരിക്കാൻ വേണ്ടി പോയി. ലൈലത്തുൽ ഖദറിൽ ഇഅ്തികാഫ് ഇരിക്കാൻ വേണ്ടി അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഅ്തികാഫിന്റെ പ്രതിഫലം പറഞ്ഞ പള്ളിയിലേക്ക് അയാൾ നിസ്കരിക്കാൻ വേണ്ടി പോയി. എല്ലാ ഉപ്പപ്പമാരും പള്ളിയുടെ ഫ്രണ്ടിൽ പോയി, അല്ലാഹുവേ ലൈലത്തുൽ ഖദർ തരണേ അല്ലാ, ലൈലത്തുൽ ഖദർ തരണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഇയാളും പോയിട്ട് ലൈലത്തുൽ ഖദർ തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ടിരുന്നു. അന്ന് പഴയതുപോലെ ഇന്നത്തെ പോലെ ലൈറ്റും വലിയ വലിയ പ്രകാശമുള്ള ട്യൂബ് ലൈറ്റുകളൊന്നുമില്ല. ആ ഒരു മണ്ണെണ്ണ വിളക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിങ്ങനെ പള്ളിയുടെ പുറകു ഭാഗത്ത് കെട്ടിത്തൂക്കിയിട്ടിരിക്കും.
പള്ളിയുടെ പുറകുഭാഗത്ത് ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കും, അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ, മണ്ണെണ്ണ വിളക്ക്. ആ മണ്ണെണ്ണ വിളക്ക് ദാവൂദ് നബി അലൈഹിസ്സലാം സബൂർ എന്ന് പറയുന്ന കിതാബ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ മുമ്പിരുന്ന് ഉറങ്ങി. അപ്പൊ ദാവൂദ് നബി അലൈഹിസ്സലാമിന് അള്ളാഹ് വഹി അറിയിച്ചു കൊടുത്തു, അള്ളാഹുവിന്റെ കാര്യം പറയുമ്പോൾ ഉറങ്ങുന്നവനെ അവന്റെ കാര്യം പറയുമ്പോൾ അള്ളാഹു ഉറങ്ങുമെന്ന് പറയാൻ പറഞ്ഞു ദാവൂദ് നബിയോട്. ദാവൂദ് നബി അങ്ങനെ പ്രസംഗിച്ചപ്പോ അടുത്തിരിക്കുന്നവൻ വിളിച്ചുണർത്തി. അപ്പോ അള്ളാഹു വഹി അറിയിച്ചു കൊടുത്തു ദാവൂദ് നബിക്ക്, ശ്രദ്ധിക്കാതെ മറ്റുള്ളവർ ഉറങ്ങുന്നോ ഉണ്ടെന്നോ നോക്കിക്കൊണ്ടിരിക്കുന്നവന് അള്ളാഹു ശ്രദ്ധിക്കൂല എന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ പ്രശ്നമാണ്, ഏതായാലും പ്രശ്നമാണ്. നമ്മുടെ ശ്രദ്ധ ഇങ്ങോട്ടിരിക്കട്ടെ, ഉറങ്ങേ വീഴെ അള്ള കാക്കട്ടെ. അപ്പോ സമ്പത്ത് ഒരുപാട് കൂടുമ്പോ, പ്രത്യേകിച്ച് ഹറാമായ സമ്പത്ത് കൂടിയാൽ എന്തായാലും നമ്മുടെ മനസ്സ് മാറിപ്പോകും. ഹലാലായ സമ്പാദ്യം നമുക്ക് അധികരിച്ചാലും മനസ്സ് മാറിപ്പോകും. അതുകൊണ്ട് ചെയ്യുന്ന ദുആ അല്ലാഹ് സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരാവുള്ളത്? ദുആ സ്വീകരിക്കണം, നമ്മുടെ എല്ലാവരുടെയും ദുആ സ്വീകരിക്കണം. ലൈലത്തുൽ ഖദർ ചോദിക്കാൻ വേണ്ടി മണ്ണെണ്ണ വിളക്കിന്റെ നേരെ താഴെ ഒരാൾ പോയിരുന്നിട്ട് ദുആ ചെയ്യുക, അല്ലാഹു ലൈലത്തുൽ ഖദർ തരണേ അല്ലാഹ്. ചെറിയ വെളിച്ചേ ഉള്ളൂ. അപ്പൊ ഈ മണ്ണെണ്ണ വിളക്ക് പൊത്തിട്ടുണ്ടായിരുന്നു, ചെറിയ ഒരു ഹോൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഓരോ തുള്ളി മണ്ണെണ്ണ ഇങ്ങനെ വന്ന് വീഴാണ്. ഇവൻ ഇങ്ങനെ ലൈലത്തുൽ ഖദർ താ അല്ലാഹ് എന്ന് പറയുമ്പോൾ ഒരു തുള്ളി വന്ന് തല വീഴും. ഇവൻ പറയും അൽഹംദുലില്ലാഹ്. രണ്ടാമത് വീണ്ടും തുള്ളി ഇങ്ങനെ വീഴുമ്പോ ഇവൻ പറയും ലൈലത്തുൽ ഖദർ ഇങ്ങനെ എല്ലാവർക്കും ചോദിച്ച ഉടനെ കിട്ടുന്നത് കൊണ്ടാ ഫ്രണ്ട് സഫിൽ ഇരിക്കുന്നവരൊക്കെ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് മൂപ്പര് കരുതി. അവസാനം മണ്ണെണ്ണ തീർന്ന് വിളക്കണഞ്ഞപ്പോ പുള്ളി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്നു. പെണ്ണുമുള്ള ചോദിച്ചു, ആദ്യമായി ലൈലത്തുൽ ഖദറിന് പോയ നിങ്ങളാ, എന്തേ പെട്ടെന്ന് തിരിച്ചു വന്നെന്ന് ചോദിച്ചു. ലൈലത്തുൽ ഖദർ എനിക്ക് കിട്ടി. എങ്ങനെ കിട്ടിയത്? ലൈലത്തുൽ ഖദർ കിട്ടി, പക്ഷേ ഒരു ചെറിയ മണ്ണെണ്ണയുടെ ഗ്യാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തൊട്ട് മണപ്പിച്ചു കൊടുക്കാൻ. ചോദിക്കുന്നത് അപ്പോഴപ്പോഴും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് ഒരു മണ്ടത്തരമാണ്.